കൊച്ചുകുട്ടിയാന്നാ ഇപ്പോഴും അവന്റെ വിചാരം. വരുന്ന മകരത്തിൽ വയസ്സ് 40 തികയാൻ പോണത്. പറഞ്ഞാ തലേ കയറണ്ടേ. ആ വേലായുധം വന്നിനി പറയാനൊന്നുമില്ല. ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ പെണ്ണ് കാണാൻ പോയത്. നേരിട്ട് കണ്ടപ്പോ 100 ഉറ്റ. അതെങ്ങനാ? സാധാരണ പെണ്ണ് പോരല്ലോ. ഇതൊക്കെ എവിടെ നടക്കാനാ? അതൊക്കെ നടക്കും, നീ നോക്കിക്കോ. അമ്മാവനെ അല്ല അമ്മയാ പറയേണ്ടത്. എടുത്ത് തലേ വെച്ചിരിക്കല്ലേ. ബലരാമാന്ന് മുഴുവൻ വിളിക്കില്ലല്ലോ. ആ പിന്നല്ലാണ്ട്. നിന്നെ പ്രസവിക്കുന്നവരെ ഈ ഒക്കെ തിരുത്തിയാ ഞാൻ അവനെ വളർത്തിയത്. മരിക്കുന്നവരെ അച്ചമ്മ പറയാറുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ബലരാമൻ ദേവകിയുടെ മൂത്ത മോനാണെന്ന്. അങ്ങനെയല്ലാണ്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല. അവൻ ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. തുടങ്ങി കണ്ടില്ലേട്ടാ, അമ്മയുടെ ഈ കണ്ണീരില്ല അമ്മാവൻ കയറി പിടിച്ചിരിക്കുന്നത്. ഒന്ന് പോടി അവിടുന്ന്. ഇനിയിപ്പോ ഏത് ജാതിപ്പെട്ടതായാലും തരക്കേടില്ല. അവന്റെ കണ്ണിന് പിടിച്ച ഒരു പെണ്ണ് ഈ വീട്ടിൽ കയറി കണ്ടിട്ട് മരിച്ചാലും മതി എനിക്ക്. ഇങ്ങനെ പോയാ കല്യാണവും നടക്കില്ല, കാതുകൂത്തും നടക്കില്ല. എല്ലാം മൂത്ത് നരയ്ക്കും. അറം പറ്റുന്ന വർത്താനൊന്നും പറയാതെടാ. അമ്മ വിഷമിക്കാതിരിക്കെ. ഇത്തവണ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ആലോചന ഉറപ്പിച്ചിട്ടേ ഞാൻ പോകൂ. മനുഷ്യനെ ഒരുമാതിരി വേണ്ടി. അവൻ പൊക്കോട്ടെ. ലോകത്തുള്ള അമ്മാവന്മാരുടെ എല്ലാം വിവാഹം അനന്തരവന്മാരല്ലോ നടത്തി കൊടുത്തിട്ടുള്ളത്. പ്രസംഗം നിർത്ത്. നീ മോശക്കാരൊന്നുമല്ല. ആ പെൺകുട്ടിക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്? അയ്യോ ആകെ കുഴപ്പാ. കാക്ക കണ്ണ് നേപ്പാൾ മൂക്കും. ചേച്ചമ്മ നേരിട്ട് കണ്ടതല്ലേ? എനിക്കിഷ്ടായി. നിനക്ക് കാത്തിരുന്നോ, തിലോത്തമ വരും. സീതേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ആ ക്നാപ്പ് പെണ്ണിനൊരു ചിണുങ്ങലില്ലേ? കാപ്പി കുടിക്കുമോ എന്നല്ലേ ചോദിച്ചേ? അമ്മാവൻ പറയണ പോലെ ഒന്നുമല്ല. നല്ല കുട്ടി, എനിക്കിഷ്ടായി. കേറി പൊടിയകത്ത്. ഇഷ്ടായി. ഇവർക്കൊന്നും യാതൊരു സൗന്ദര്യബോധവും ഇല്ലല്ലോ. ഇതിന്റെയൊക്കെ മുഖത്തല്ലേ കണ്ണ്. ആ തൃത്താലയ്ക്ക് പോയ ബ്രോക്കർ ഒന്ന് വന്നോട്ടെ. അത് പാഴായി പോവില്ല. ഷുവർ, ഐ എം ഷുവർ. ചേടാ, അവൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു നീ എടുത്തിയാടിയത് എങ്ങട്ടാ? പിടിപ്പത് ജോലിയിട്ട് എറിഞ്ഞിട്ടാ കത്ത് കിട്ടിയ ഉടനെ എടുത്തിയാടി പുറപ്പെട്ടത്. ഇനി എന്റെ ഒരു കുറവ് കാരണം അമ്മാവന്റെ പെണ്ണ് കാണാൻ നടക്കാതിരിക്കണ്ടെന്ന് കരുതി ഇവിടെ ഇങ്ങനെ തെക്കും മടക്കം നടന്നാലുണ്ടല്ലോ എന്റെ പണി വെള്ളത്തിലാവും. നാട് മുഴുവൻ തെണ്ടി നടന്ന് അമ്മാവന് വേണ്ടി പെണ്ണ് കണ്ട് നാണം കാണാൻ ഇനി എന്നെ കൊണ്ടാവില്ല. എനിക്ക് വേണ്ടി പെണ്ണ് കാണാൻ നടന്ന ആരും ഇവിടെ നാണം കടണ്ട. ഇവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ചേച്ചിയമ്മയുടെ ആരാ പറഞ്ഞ? അനന്തരവ നോക്ക്, അങ്ങയുടെ സഹായമില്ലാതെ എനിക്ക് പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതുവരെ ചെയ്തു തന്ന സഹായത്തിന് താങ്ക്സ്. മൂക്കി പല്ലു വന്നു. ഇനി എപ്പോഴാ കൊമ്പും കൂടെ മുളയ്ക്കുമ്പോഴോ? ചേച്ചിയമ്മ, ആർക്കാടാ കൊമ്പ് വളച്ചത്? എനിക്കല്ല. ഇത് ഗണപതി കല്യാണം പോലെയാണമ്മേ. നാളെ നാളെ നീള നീള അങ്ങ് നീണ്ടോട്ടെ. ഗണപതിയുടെ കാര്യമില്ല. അതിന് എനക്കെന്ത് പാടാ ചേതം? എനിക്കൊരു ചേതവും ഇല്ല. പക്ഷെ ഒന്നുണ്ട്, അമ്മാവന് പെണ്ണ് കിട്ടിയില്ല എന്ന് കരുതി കാത്തിരിക്കാനൊന്നും മരുമോനെ കിട്ടില്ല. സമയമാകുമ്പോ എന്റെ കല്യാണം ഞാൻ നടത്തും. ആഹാ, നടത്തുവോ നീ? മുട്ടുകലിയും തല്ലി പിടിക്കും. തലയിരിക്കുമ്പോ വാലാടണ്ട. എത്ര കാലം ആയാലും ശരി, അമ്പാടി വീട്ടിൽ ആദ്യം വന്ന് കയറുന്നത് ബലരാമന്റെ പെണ്ണായിരിക്കും. അങ്ങനെ പറ ചേച്ചിയമ്മേ. അമ്മേ, ഞാനൊരു തമാശക്ക്. വേണ്ട, അങ്ങനെ വെറുതെ തമാശ ഒന്നും പറയണ്ട കേട്ടോ. നല്ല ഫലിതം. ചിരിക്കണ്ട. സൗകര്യം പോലെ പെണ്ണിനെ കണ്ടെത്തിയിട്ട് എഴുതി അറിയിച്ചാ മതി. മുഹൂർത്തം ആവുമ്പോ ഞാൻ ഇങ്ങ് എത്തിക്കൊള്ളാം. അതുവരെ ഈ പടിക്കകത്ത് ഞാൻ കാലുകുത്തില്ല. അർജുന, സീരിയസ് ആയിട്ടാണോ? തമാശയായിട്ടാണ്. പക്ഷെ അമ്മാവൻ സീരിയസ് ആയിട്ട് എടുക്കണം. ചേച്ചമ്മേ, പറഞ്ഞ എന്റെ അർത്ഥം മനസ്സിലായോ? നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. മൂക്കി കൂടെ പല്ല് വന്നല്ലോടാ കഴുതേ. എന്താ ഇവിടെ സത്യാഗ്രഹം ഇരിക്കാൻ? സത്യാഗ്രഹം ഇരിക്കണമെന്ന്. വിട്ടു പോട്ട്. ഇതെന്തോ സെക്രട്ടറിയേറ്റാ സത്യാഗ്രഹം ഇരിക്കാൻ? ആ, നീ ഇതെവിടെ കറങ്ങി നടക്കായിരുന്നു? ഞാൻ ഒരു ശവപ്പെട്ടിക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുക. ആ ഭാർഗവമ്പിള്ളയുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടുവാണെന്ന് കരുതി. അയാളെ പേടിച്ച് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വരായിരുന്നു. എടാ ബാല, നമുക്ക് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജന ഇരിക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. എന്തു പറ്റി? ഈ അടുത്ത കാലത്തൊന്നും എന്റെ ബില്ല് മാറി കിട്ടുന്ന ലക്ഷണമില്ല. നീ കൈക്കൂലി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞതാ കുഴപ്പമായത്. ആ പഴയ സൂപ്രണ്ട് മാറി. എല്ലാം ഒരേ ഇനമാണെന്നല്ലേ ഞാൻ കരുതിയിരുന്നത്. എന്നെ ഇട്ട് ചാടിച്ചു കളഞ്ഞു. അയാൾക്ക് ഫയൽ ശരിക്കൊന്ന് പഠിക്കണമെന്ന്. ചുരുക്കത്തിൽ നിന്റെ ഫയൽ മടങ്ങാറായി എന്നർത്ഥം. നീ പറഞ്ഞ പോലെ കാശിയിലും രാമേശ്വരത്തും ഒന്നും നിൽക്കില്ല. നാളെ കൃത്യം 10 മണിക്ക് ഭാർഗവമ്പിള്ള ഇവിടെ എത്തും. പണം കൊടുത്തില്ലെങ്കിൽ രണ്ടിനെ ഇടിച്ച് പേസ്റ്റ് ആക്കും. അതിനു മുമ്പ് അയാളെ പതപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തണം. എന്റെ ബുദ്ധിയിൽ ഒരു വഴിയും കിട്ടുന്നില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടും. ഇതാ എനിക്ക് കിട്ടി. എന്ത്? അന്ന് നമ്മൾ ഭാർഗവമ്പിള്ള എടുത്തൊരു ആത്മഹത്യ ചീട്ടിറക്കില്ലേ? അത് സംഗതി ഏറ്റോ? ആത്മഹത്യ ചീട്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവണ്ട, അയാൾക്ക് മനസ്സിലായ മതി. അർജുന, അന്ന് നീ ആത്മഹത്യക്ക് ഒരുങ്ങി എന്ന് പറഞ്ഞപ്പോഴേ അയാളൊന്ന് ഞെട്ടി. നീ ചത്താ പിന്നെ അയാൾക്ക് അവിടെ നിന്ന് കാശ് കിട്ടും. ഇത്തവണ നമ്മളൊരു ആത്മഹത്യ നാടകം തന്നെ കളിക്കുന്നു. നാളെ കൃത്യം 10 മണിക്ക് പിള്ള ഇവിടെ എത്തുന്നു. നീ മുറി കയറി തൂങ്ങുന്നു. തൂങ്ങാനോ? നീ ഞെട്ടാതെ. പിള്ള വരുമ്പോൾ പുറത്ത് കാത്ത് ഞാൻ ഒരു സിഗ്നൽ തരും. സിഗ്നൽ കിട്ടിയാലോടെ നീ കയറി തൂങ്ങണം. പിള്ളയോടൊപ്പം ഓടിയെത്ത് ഞാൻ കയററുത്തിടും. അങ്ങനെ നീ രക്ഷപ്പെടുന്നു. പിള്ളയുടെ മനസ്സലിയുന്നു. നമ്മൾ ചോദിക്കുന്ന എല്ലാ ഇളവും കിട്ടുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കഴുതേ, ഇതാണോ നിന്റെ ഐഡിയ? എന്നെ ഇങ്ങനെ ഒന്നും കൊന്നത് പോരായിരിക്കും അല്ലേ?
തൂങ്ങിയാലോടോ ചത്തുപോകുന്നില്ല, ഒരു ചെറിയ പരിക്ക് അത്രേ ഉള്ളൂ. ഭാർഗവൻ പിള്ളയെ ഒതുക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാ എന്റെ ബുദ്ധി പാഴായി പോയിട്ടില്ല അർജുന. ഇതൊക്കെ കുഴപ്പമാവൂടെ? കുഴപ്പമാവാതിരിക്കാനായി പറയുന്നത്. അപ്പൊ നാളെ രാവിലെ പിള്ള വരുന്നു, ഞാൻ സിഗ്നൽ തരുന്നു, നീ തൂങ്ങുന്നു. ഞാൻ അറുത്തിടുന്നു. ഓക്കെ ഓക്കെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. നാഷണൽ ലോഡ്ജിലോ? ഉടനെ വരാം. ഇയാളെ കാണുന്നില്ലല്ലോ. Come on, അർജുന. ഇവിടെയുണ്ട് സർ. ഇതിത്തിരി മുന്തിയ ഇനമാണല്ലോ പുഷ്കര. പുതിയ വരവായിരിക്കും സർ. എവിടെ നാടായി ഇറക്കുമതി? സർ, ഞാനിവിടെ സ്ഥിരമായിട്ട്. ഓഹോ, അപ്പൊ നിനക്കത് പുത്തരിയല്ല? അല്ല, ഞാൻ പന്ന റാസ്കൽ, ഇതെന്താ വ്യഭിചാരശാലയോ? ചവിട്ടിന്റെ ഭാര്യയിൽ നടക്കും ഞാൻ. പറയടേ, ഏതാ നീ? നിർത്തടി. സാർ, ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല. ഒരുമിച്ച് മരിക്കാൻ വന്നതാ. വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. വിവാഹത്തിന് വീട്ടുകാരെ എതിർത്തപ്പോ ആഭരണങ്ങളുമായി വീട് വിട്ട് ഇറങ്ങി വന്നതാണ് ഞാൻ. വിവാഹം കഴിഞ്ഞാലും വീട്ടുകാർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല സാർ. അതുകൊണ്ട് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു. സാർ, എനിക്കൊരു കാര്യം പറയാം. ഒന്നും പറയണ്ട പുഷ്കര, പിടിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടിയില്ല. അല്ല സാർ, യഥാർത്ഥ കമിതാക്കൽ ലോഡ്ജ് മുറിയിൽ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പത്രക്കാർക്ക് എഴുതി പിടിപ്പിക്കാൻ ഒരു കോളം, നാട്ടുകാർക്ക് വായിച്ചു തള്ളാൻ ഒരു വാർത്ത. എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കുറെ പേര് ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് രണ്ടുപേർക്കും മുകളിലിരുന്ന് കണ്ട് രസിക്കണം. അല്ല ചവിട്ടി എല്ലാവരും ഞാൻ. പുഷ്കര, എത്തിയോ? എത്തിയില്ല സർ. തീർന്നില്ല. ഇതേ പത്രക്കാർ നാളെ വീണ്ടും എഴുതും. ലോഡ്ജ് മുറിയിലെ മരണത്തിൽ ദുരൂഹത, നാട്ടുകാർ പ്രക്ഷോഭത്തിൽ, പോലീസിന്റെ അനാസ്ഥ, അന്വേഷണം വഴിമുട്ടുന്നു. ഒരു കത്ത് എഴുതി വെച്ചിരുന്നെങ്കിൽ അതും പറഞ്ഞ് ഈ ഫയൽ ക്ലോസ് ചെയ്യാമായിരുന്നില്ലേ? നോക്കണ്ട, നിന്റെ ഈ ഉണ്ടക്കൊണ്ട് ഞാൻ ചൂഴ്ന്നെടുക്കും. പുഷ്കര, എത്തിയോ? എത്തിയില്ല സർ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സർ, നട്ടുമോഹന് മൂത്രമൊഴിക്കാൻ പറ്റണമെന്ന്. ഓഹോ, അവന്റെ നട്ട് ഞാൻ മുറുക്കി മുട്ട് മാറ്റി കൊടുക്കാം. റാസ്കൽ. ഡിപ്പാർട്ട്മെന്റിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താത്ത എന്റെ അധീനതയിലുള്ള ഈ മാതൃകാ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ നടന്ന ഈ ഒറ്റ സംഭവം മതി എന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ. ഇടിച്ചതിന്റെ പരിപ്പെടുക്കും ഞാൻ. പുഷ്കര, എത്തിയില്ല സർ.
ആറ്റുംകുഴി അവറാച്ചന്റെ എസ്റ്റേറ്റിൽ 87-ൽ കള്ളവാറ്റ് പിടിക്കാൻ പോകുമ്പോ വേളാപ്പാറ സ്റ്റേഷനിൽ എസ്ഐ ഓൺ പ്രൊബേഷൻ ഒറ്റ നോട്ടം കണ്ടതേ ഉള്ളൂ. അവറാച്ചന്റെ മകൾ റോസിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, 3-ാം പക്കം പൊക്കി കെട്ടി. അതാണ് ചങ്കൂറ്റം. ആരുടെ കാര്യമാണ് സാർ പറയുന്നത്? വേറെ ആരുടെ എന്റെ കാര്യം. പ്രേമിച്ച പെണ്ണിനെ കെട്ടാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ മൂക്കിന് താഴെ വെച്ചിരിക്കുന്ന ഈ മീശ പഠിച്ചിട്ടില്ല. എത്തി സർ. അനിയ, വീട്ടുകാരോട് പോവാൻ പറ. പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാ നിങ്ങൾ. പ്രേമിക്കാം, വിവാഹം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം. ലോകത്തൊരു കോടതിക്കും അത് തടയാനാവില്ല. ഇന്ന് ഇവിടെ ഈ മാതൃകാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിയമപരമായി നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു. ഇട്. ഇടാ. ഇതാ. ആ, ഇനി രണ്ടുപേരും വിലാസം എഴുതി ഇതിൽ ഒപ്പിട്. ഒപ്പ്. ഹലോ, റോസിയല്ലേ? ഞാനാടി. 2 ഊണധികം വേണം, ഗസ്റ്റ് ഉണ്ട്. ഗംഭീരമാക്കണം. നവദമ്പതികളുടെ ഇന്നത്തെ ഊണ് എന്റെ വീട്ടിൽ. ഓക്കെ? ആ, രണ്ടുപേരും ഇവിടെ കറിയോ? ഇടിച്ച് കല്യാണം കഴിപ്പിക്കേ. കണ്ടോ? இல்லை முதலாளி, இந்த ஏரியா மொத்தமா தேடியாச்சு, எங்கேயும் கிடைக்கல. അങ്ങനെ വിടരുതവന്മാരെ. ഇന്ന് ഊര് മുഴുവൻ പാര്. എങ്ക കണ്ടാലും രണ്ടിനും കയ്യും കാലും വെട്ടി വാ പോ. ഊണ് ഓവറായി. എന്നാൽ ഇനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല ഞാൻ. പോയിക്കോ. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജസ്റ്റ് 1 കോൾ. ഇടിച്ചെല്ലാത്തിന്റെയും പരിപ്പ് ഞാൻ എടുക്കും. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. റോസി പറഞ്ഞപ്പോഴല്ലേ അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഞൊടിയിട തെറ്റിയിരുന്നെങ്കിൽ പൊലിഞ്ഞു പോകേണ്ട 2 ജീവിതം ഇപ്പോഴിതാ നവദമ്പതികളായി എന്റെ മുന്നിൽ. ഷോ, ഇതാണ് വിധി. റോസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഗുഡ് ബൈ.